കോട്ടയത്ത് നിന്ന് വരുമ്പോൾ എം സി റോഡ് വഴി വരുമ്പോൾ മൂവാറ്റുപുഴയൊക്കെ കഴിഞ്ഞ് പെരുമ്പാവൂർ സിഗ്നലിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകാനായിട്ട് മറ്റൊരു വഴി നമുക്കുണ്ട്. കൂടുതൽ ആൾക്കാർക്കൊക്കെ അറിയാം. പെരുമ്പാവൂർ സിഗ്നലിൽ എത്തുന്നതിനും തൊട്ട് മുമ്പ് ജിയോൻ്റെ ഒരു പമ്പ് കഴിഞ്ഞ് ഉടനെയാണ് ലെഫ്റ്റ് സൈഡിൽ മൂലൻസ് എന്ന് പറഞ്ഞ ഹൈപ്പർ മാർക്കറ്റ് കാണും. മൂലൻസിൻ്റെ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ ട്രാഫിക്കും ഇല്ലാതെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് എത്താൻ പറ്റുന്ന ഒരു വഴിയാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കാണിക്കുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് തിരിയുമ്പോൾ നിങ്ങൾ 0 കിലോമീറ്റർ ആക്കുക. ഇതൊരു ടൈൽ വിരിച്ച വഴിയാണ്. ഈ വഴി നേരെ ചെല്ലുന്നത് ഒരു T റോഡിലാണ്. ആ T റോഡിൽ നിന്ന് നമുക്ക് പോകേണ്ടത് റൈറ്റാണ്. കുറച്ചിടെ ഒരു 1-2 കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ നമുക്ക് കാലടി പാലത്തിൽ കിടക്കുന്ന ആ ഒരു ട്രാഫിക് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ വഴി സുന്ദരമായിട്ട് പോകാം. നമ്മളെ T റോഡിലെത്തിയിട്ടോ. ഇനി ഈ T റോഡിൽ നിന്ന് നമുക്ക് നേരെ റൈറ്റാണ് തിരിയേണ്ടത്. നേരെ ഹോട്ടലൊക്കെ കാണാം, ഹോട്ടൽ പ്ലാസ കണ്ടോ, റെഡ് കളറ്. ഇനി നമുക്ക് ഇവിടുന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ നേരെ ചെല്ലുന്ന വഴി എന്ന് പറയുന്നത് പെരുമ്പാവൂർ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് ആലുവയ്ക്ക് പോണ റൂട്ടിലുള്ള ടാറിട്ട മെയിൻ റോഡിലേക്കാണ് ഈ വഴി നേരെ ചെന്ന് കയറുന്നത്. അവിടെ ചെന്ന് കയറിയിട്ട് നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത് കേട്ടോ. ഈ വഴി നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുമ്പോൾ നമുക്കുള്ള ഗുണം എന്ന് പറയുന്നത് പെരുമ്പാവൂർ സിഗ്നലിൽ കിടക്കണ്ട, രണ്ടാമത് വല്ലം സിഗ്നലിൽ കിടക്കണ്ട, മൂന്നാമത് കാലടി പാലത്തിൻ്റെ ബ്ലോക്കിൽ കിടക്കണ്ട, കാലടി ടൗണിലെ സിഗ്നലിലും കിടക്കണ്ട. ഇതൊന്നുമില്ലാതെ നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ട് വളരെ സുരക്ഷിതമായിട്ട് എത്തിച്ചേരാൻ പറ്റും. ഈ ഒരു 1-2 കിലോമീറ്റർ ഭാഗത്ത് മാത്രമേ ചെറിയൊരു തിരക്ക് അനുഭവപ്പെടുള്ളൂ. ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിലേക്ക് ചെന്നിട്ടോ. ഇനി നമ്മൾ ഇന്ന് ലെഫ്റ്റ് എടുക്കണം. കൃത്യം മൂലൻസ് സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് 800 മീറ്റർ ഉള്ളൂ ഈ ലെഫ്റ്റ് തിരിയണ സ്ഥലത്തേക്ക്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഗാന്ധി സ്ക്വയറും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് എങ്ങും തിരിയേണ്ട, നമുക്ക് നേരെയാണ് പോകേണ്ടത് കേട്ടോ. റൈറ്റ് സൈഡിൽ അവിടെ ബസ്സുകളൊക്കെ നിർത്തുന്ന സ്ഥലം കാണാം. ഇവിടെയാണ് മെയിനായിട്ടും കോതങ്കലം ഭാഗത്തേക്കും അതുപോലെ തന്നെ അങ്കമാലി ഭാഗത്തേക്കും പ്രൈവറ്റ് ബസ്സുകളും ഒക്കെ നിർത്തുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടതുവശത്തായിട്ട് സാൻജോ എന്ന് പറയുന്ന ഒരു ആശുപത്രി കാണാം കേട്ടോ. ഈ കാണാനാണ് സാൻജോ ആശുപത്രി. ഇത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ മൈജിയുടെ ഒരു വലിയൊരു ഷോപ്പും കാണാം നമുക്കിവിടെ. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് ചെല്ലുമ്പോൾ ഉണ്ടോ റോഡ് രണ്ടായിട്ട് തിരിയാണ്, 1 വേ ആയിട്ട് തിരിയാണ്. ഇനി ചെല്ലുമ്പോൾ ഒരു റൗണ്ടാണ്. ഈ റൗണ്ടിൽ നിന്ന് നമുക്ക് റൈറ്റ് എടുക്കണം. കറക്റ്റ് മൂലൻസിൻ്റെ അവിടെ നിന്ന് 2.2 കിലോമീറ്റർ ഉള്ളൂ ഈ റൗണ്ട് അബൌട്ടിലേക്ക്. ഇവിടുന്ന് റൈറ്റ് കട്ട് ചെയ്ത് ഫസ്റ്റ് എക്സിറ്റ് ലെഫ്റ്റ് എടുക്കണം. ഈ HP പമ്പിൻ്റെ ഇടതുവശത്തേക്കാണ് നമുക്ക് ലെഫ്റ്റ് എടുക്കേണ്ടത്. ഇനി നമ്മൾ ലെഫ്റ്റ് എടുത്ത് നേരെ പോയി കഴിഞ്ഞാൽ ഇനി നമുക്ക് തിരിയേണ്ട സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് മാറമ്പള്ളി ജംഗ്ഷനാണ്. ഈ മാറമ്പള്ളി ജംഗ്ഷൻ വരെ കറക്റ്റ് മൂലൻസ് സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ നമ്മൾ 0 കിലോമീറ്റർ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേയിൽ കൃത്യം 7 കിലോമീറ്ററും 900 മീറ്ററും ചെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് തിരിയേണ്ടത്. ഇതാണ് മാറമ്പള്ളി ജംഗ്ഷൻ. ഇവിടെ നിന്ന് നമുക്ക് റൈറ്റാണ് തിരിയേണ്ടത്. റൈറ്റ് തിരിയുമ്പോൾ ഇടതുവശത്തായിട്ട് ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ നേരെ കയറി ചെല്ലുമ്പോൾ തിരുവരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൻ്റെ കണ്ടോ പേരൊക്കെ എഴുതി വെച്ചാൽ കണ്ടോ. ഇനി നമ്മൾ ഈ പാലൊക്കെ കയറി ചെന്ന് കഴിയുമ്പോൾ കുറച്ചങ്ങോട്ട് ചെല്ലണം. ഈ പാലമൊക്കെ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്കാണ് നമുക്ക് പോകേണ്ട വഴി കേട്ടോ. ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് തിരുവരാണിക്കുളം അമ്പലത്തിലേക്ക് പോകുന്ന വഴിയെന്ന്. ഈ ലെഫ്റ്റ് എടുക്കുമ്പോൾ ഈ റൈറ്റ് ഇതിപ്പോൾ ഒരു കാർ ഇറങ്ങി വന്ന വഴിയിൽ ഈ കാർ ഇറങ്ങി വന്ന വഴി ഈ വഴി പോയാലും നമുക്ക് എയർപോർട്ടിൽ പോകാം. പക്ഷേ അതിൽ പോകരുത്, വഴി ഭയങ്കര മോശമാണ്. കാഞ്ഞൂർ വഴിയാണ്, അത് ഭയങ്കര മോശമാണ്. ഈ നേരെ കാണുന്ന അമ്പലമാണ് തിരുവരാണിക്കുളം അമ്പലം. ഇവിടെ വരുമ്പോൾ നമ്മുടെ ഡിസ്പ്ലേയിലെ കിലോമീറ്റർ എന്ന് പറയുന്നത് കറക്റ്റ് 8.8 കിലോമീറ്ററാണ്. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ പോകണം. ഇനി നമുക്ക് ഈ വഴി അവസാനിക്കുന്ന ഒരു T റോഡിലാണ്. ഈ വഴി അവസാനിക്കുന്ന T റോഡിൽ നിന്ന് നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത് കേട്ടോ. കറക്റ്റ് നമ്മൾ ആ T റോഡിൽ ചെല്ലുമ്പോൾ ഏകദേശം T റോഡിൽ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഡിസ്പ്ലേയിലെ കിലോമീറ്റർ എന്ന് പറയുന്നത് 10 കിലോമീറ്ററും 400 മീറ്ററുമാണ്. ഇനി ഈ നേരെ കാണുന്ന വഴിയിൽ നിന്ന് നമ്മൾ കൃത്യം 3 കിലോമീറ്റർ കൂടി നമ്മൾ പോകണം. ശ്രീമൂലനഗരം എന്നൊരു ജംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് തിരിയേണ്ടത്. ഒരു സ്പീഡ് ബാരിയറൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി വരുന്ന ജംഗ്ഷൻ്റെ പേരാണ് ശ്രീമൂലനഗരം കേട്ടോ. ഈ ജംഗ്ഷനിലൊന്നും നമുക്ക് എങ്ങും തിരിയേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ നേരെയാണ് പോകേണ്ടത്. ഇനി നമുക്ക് തിരിയേണ്ട ജംഗ്ഷൻ്റെ പേരെന്ന് പറഞ്ഞാൽ തെറ്റാലി ജംഗ്ഷനാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് പോയിട്ട് കറക്റ്റ് നമ്മുടെ ഡിസ്പ്ലേയിൽ 13.5 കിലോമീറ്റർ വേണം നമുക്ക് തിരിയേണ്ടത്. ഈ നേരെ കാണുന്ന ചെറിയ വഴി ഉണ്ടല്ലോ, ഈ വഴി പോലും പോകാം. പക്ഷേ അത് വളരെ ചെറിയ വഴിയാണ്, നമുക്ക് സൈഡൊന്നും കൊടുക്കാനായിട്ട് സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അതിലാരും പോകണ്ട. നമ്മൾ കറക്റ്റ് ഡിസ്പ്ലേയിൽ 13.5 കിലോമീറ്റർ ആകുമ്പോൾ ഈ ഒരു സ്ഥലമാണ് വരുന്നത്, തെറ്റാലി ജംഗ്ഷൻ. ഇവിടെ നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രത്യേകം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോകാനുള്ളൊരു സൈൻ ബോർഡ് അവിടെ ഇടതുവശത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വഴിക്കൊക്കെ ചെല്ലുമ്പോൾ നേരെ കുറച്ചുകൂടി ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ കഴിയുമ്പോൾ എയർപോർട്ടിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ നമ്മുടെ ഏകദേശം കിലോമീറ്റർ എന്ന് പറയുന്നത് 14.4 കിലോമീറ്ററാണ്. നമ്മൾ നേരത്തെ കാണിച്ച ചോട്ട വഴി ഇവിടെ വന്ന് ചേരണം കേട്ടോ. അപ്പോൾ ഈ റോഡിൻ്റെ പേര് ചൊവ്വര നെടുവന്നൂർ റോഡാണ് കേട്ടോ. നമ്മളിനി ഈ വഴിക്കടെ കുറച്ചുകൂടി നേരെ പോകുമ്പോൾ ജസ്റ്റ് ഒരു 1-1.5 കിലോമീറ്റർ കഴിയുമ്പോൾ നെടുവന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം നെടുമ്പാശ്ശേരി എയർപോർട്ടിനോട് അടുക്കാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ ഇടതുവശത്തായിട്ട് വലിയൊരു അമ്പലം ഉണ്ട് കേട്ടോ. നെടുവന്നൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രമാണത് കേട്ടോ. ഈ ക്ഷേത്രമൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു കാത്തോലിക്സിൻ്റെ പള്ളിയുണ്ട്. ഈ കാത്തോലിക്സിൻ്റെ പള്ളി കഴിഞ്ഞ് കുറച്ചുകൂടി ചെല്ലുമ്പോൾ നേരെ കാണുന്ന ഒരു ജംഗ്ഷനാണ് നെടുവന്നൂർ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ആലുവയ്ക്കൊക്കെ പോകാം. നമുക്ക് ലെഫ്റ്റ് ഒന്നും പോകണ്ട കേട്ടോ. ഈ കയറി ചെല്ലുന്ന ജംഗ്ഷനാണ് നെടുവന്നൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ റെയിൽവേ ഗേറ്റും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ലെഫ്റ്റ് ഒന്നും പോകണ്ട, നമുക്ക് നേരെയാണ് പോകേണ്ടത് കേട്ടോ.
ഈ നേരെ പോകുമ്പോൾ തന്നെ നമുക്ക് ഇടതുവശത്തായിട്ട് ഒരു യാക്കോബിറ്റ്സിൻ്റെ പള്ളി കാണാം. സെൻറ്റ് ജോർജ് ജാക്കബറ്റ് ചർച്ച് നെടുവന്നൂർ. ഈ ഇടതുവശത്താണ് പള്ളിയാട്ടോ അത്. ഈ പള്ളിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഈ കാണുന്നതാണ് പള്ളി. ഈ പള്ളിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഇനി നമുക്ക് ഇടതുവശത്തായിട്ട് റെയിൽവേയുടെ ലൈനൊക്കെ കാണാം കേട്ടോ. ഇതാണ് ആ പള്ളിയുടെ കപ്പേള. ഇനി നമ്മൾ കുറച്ചുകൂടി ഇപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഈ കാണുന്നതാണ് ആവണങ്കോട് സരസ്വതി ക്ഷേത്രം. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അമ്പലമാണത്. ഇനി ഒരു 2-3 ടേണോട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടല്ലോ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ റൺവേയുടെ പരിസരത്തെത്തും നമ്മൾ കേട്ടോ. വേറെ എങ്ങും തിരിയേണ്ടതില്ല, ഒറ്റ വഴിയാണ്. ഇവിടെ നമ്മൾ തിരിഞ്ഞ് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഹോട്ടലൊക്കെ കാണാം കേട്ടോ. ഈ നേരെ കാണാനാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ റൺവേയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഏതാനും മീറ്ററുകൾക്കുള്ളിൽ തന്നെ നമുക്ക് എയർപോർട്ടിൽ എത്താൻ പറ്റും. അപ്പോൾ ഈ വഴി വരുന്നതിൻ്റെ ഒരു ഗുണം ടോട്ടലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ടോട്ടലി നമ്മൾ പെരുമ്പാവൂർ സിഗ്നലിൻ്റെ അവിടെ നിന്ന് എയർപോർട്ടിലേക്ക് MC റോഡ് വഴി വരുമ്പോൾ ഹൈവേ വഴി വരുമ്പോൾ കൃത്യം 15 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ഈ വഴി വരുന്നാൽ നമുക്ക് 5 കിലോമീറ്റർ കൂടും, 20 കിലോമീറ്റർ ആവും. പക്ഷേ ഈ വഴി വരുമ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ ഒരു ട്രാഫിക്കും വേണ്ട കേട്ടോ. ട്രാഫിക് ഒന്നുമില്ലാതെ തന്നെ നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ റൺവേയുടെ സൈഡിൽ പിടിച്ച് നമുക്ക് നെടുവന്നൂർ വഴി എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറി ചെല്ലാം. അപ്പോൾ മറ്റൊരും ബ്ലോക്കിൽ കിടക്കണ്ട, കാലടിയിലും ബ്ലോക്കിൽ കിടക്കണ്ട, ഒരു സ്ഥലത്തും ബ്ലോക്കിൽ കിടക്കണ്ട. പെരുമ്പാവൂർ സിഗ്നലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ലെഫ്റ്റ് തിരിഞ്ഞാൽ മാത്രം മതി. ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ല റോഡാണ്, ഒട്ടും മോശമല്ലാത്ത റോഡില്ല. അപ്പോൾ ഇനി നമുക്ക് നേരെ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറാം കേട്ടോ. അപ്പോൾ ഈ വഴി നിങ്ങൾക്ക് ഉപകാരപ്രദം എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. ഇതുപോലുള്ള വഴികളുടെ വീഡിയോ, അതുപോലെ തന്നെ ഇതുപോലെ ജനങ്ങൾക്ക് ഉപകാരമാകുന്ന പല ടൈപ്പ് വീഡിയോസും നമ്മുടെ പേജിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സഹകരിക്കണം. അപ്പോൾ ഇഷ്ടമായാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. മാത്രമല്ല ഒരുപാട് പേരൊക്കെ ബ്ലോക്കിൽ കിടന്ന് കുടുങ്ങാറുണ്ട്. ചില സമയത്തൊക്കെയും എയർപോർട്ടിൽ പോകാനായിട്ട് ബുദ്ധിമുട്ട്. പല സമയത്തും പല സമയങ്ങളിലും കാലടിയിലെ ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന സമയത്തൊന്നുമില്ല, ഏത് സമയത്തും ഒരുമാതിരിപ്പെട്ട സമയത്തൊക്കെ അവിടെ ബ്ലോക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നൊരു വഴിയാണ്. ഈ വഴിക്കൂടെ ഒരു പ്രാവശ്യം വന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും, നിങ്ങൾ ആ വഴിക്ക് വരുള്ളൂ.